ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന് വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുധീഷിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് കണ്ട് സുഭാഷ് ചോദിക്കുന്നു, ആരാടാ? അപ്പൊ സുധീഷ് പറയണ, തോമസ് ഏട്ടനാ. ഒരു ഓട്ടോ ഉണ്ട്, എനിക്ക് കുറച്ച് സമയം താ, ഞാൻ ആലോചിച്ച് അറിയാമെന്നാ പറഞ്ഞത്. അതുകൊണ്ടാ തോമസ് ഏട്ടൻ വീണ്ടും വീണ്ടും വിളിക്കുന്നത്. എവിടാണെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, ക്ഷേത്രത്തിലേക്ക് സുഭാഷ് ഏട്ടാ. അപ്പൊ സുഭാഷ് പറയുന്നു, പോയിട്ട് വാടാ, നിന്നോട് ക്ഷമിച്ച് ജോലിക്ക് വരാൻ പറഞ്ഞ തന്നെ വലിയ കാര്യം. അപ്പൊ സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, ഇത് 2-3 ദിവസത്തേക്കുള്ള ട്രിപ്പാ, എനിക്ക് ഇവിടെ നിൽക്കാനും തോന്നുന്നില്ല, പുറത്തേക്ക് പോകാനും തോന്നുന്നില്ല, അതാ എന്ത് ചെയ്യണോന്ന് ചിന്തിക്കുന്നത്. ഇതിട്ട് നിധി പറയണ, എനിക്ക് എവിടെയെങ്കിലും പുറത്തു പോകണമെന്ന് തോന്നുക, ഓഫീസിലേക്ക് ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ദിവ്യ പറഞ്ഞു, ഓഫീസിന്റെ പണിയെല്ലാം കഴിയണമെങ്കിൽ 10 ദിവസമെങ്കിലും ആകുമെന്ന്, അത് കഴിഞ്ഞിട്ട് വന്നാ മതിയെന്ന്. അതുവരെ എനിക്ക് ബോറടിക്കും, ഞാനും കൂടി സുധീഷിന്റെ ഒപ്പം വരട്ടെ. സന്തോഷത്തോടു കൂടി സുധീഷ് പറയുന്നു, വാ നിധി. അപ്പൊ നിധി പറയണ, എന്റെ ഒരു കാര്യം, സുധീഷ് കസ്റ്റമറെ കൂട്ടിക്കൊണ്ട് പോവുകയല്ലേ, അപ്പൊ സുധീഷിന്റെ ഒപ്പം ഞാൻ എങ്ങനെ വരിക? ഇത് കേട്ട് സുധീഷ് പറയുന്നു, അതിന് പ്രശ്നമൊന്നുമില്ല, അവരെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നവരാ, നിധി എന്റെ ഒപ്പം വരുന്നെന്നറിഞ്ഞാൽ അവര് സന്തോഷിക്കുകയുള്ളൂ. അത് ശരിയാകില്ല എന്ന് നിധി പറയുമ്പോൾ സുഭാഷ് ചോദിക്കണ, ആരാടാ കസ്റ്റമർ? അപ്പൊ സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടൻ അറിയാം, സുരേഷ് സാറും വൈഫ് ലക്ഷ്മി മേഡോവാ, ക്ഷേത്രങ്ങളിലൊക്കെ പോകാനാ. ഓ, അവരാണോന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്നോട് വിരുന്നിന് വരണോന്ന് പലതവണ പറഞ്ഞതാ, ഞങ്ങൾക്ക് സമയമൊന്നും ഇല്ലായിരുന്നല്ലോ, എന്നെ എപ്പോ ട്രിപ്പിന് വിളിച്ചാലും വൈഫിനെ കൂടി കൂട്ടിക്കൊണ്ടുവരണമെന്ന് എന്നോട് പറയും. ഇത് കേട്ട് സുഭാഷ് പറയുന്നു, മോളെ നിധി, മോളും കൂടി സുധീഷിന്റെ ഒപ്പം വയ്ക്കോ, അവര് നല്ല ആൾക്കാരാ, അവരുടെ വീടിന് മുകളിൽ ഒരു റൂമും കൂടി പണിത് കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞു, ഞാൻ അത് പണിത് കൊടുത്തത്, ഞാൻ കൂടെ പോയാൽ ശരിയാകുമെന്ന് നിധി ചോദിക്കുമ്പോൾ സുഭാഷ് പറയണ, അതിനൊരു കുഴപ്പമില്ല, മോളും കൂടി പോയിട്ടോ. അപ്പൊ സുധീഷ് പറയുന്നു, നിധി വാ, ഒരു പ്രശ്നമില്ല. പുഞ്ചിരിച്ച് നിധി പറയുന്നു, വരാം. തുടർന്ന് സന്തോഷത്തോടു കൂടി സുധീഷും നിധിയും കാറിൽ ലക്ഷ്മി മേഡത്തിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. സുധീഷ്, അവര് തെറ്റിദ്ധരിക്കുമെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, അവരങ്ങനെ ചിന്തിക്കുന്നവരല്ല, നിധി കൂടെ വരുന്നതിന് അവരെന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ ഉടനെ നിധിയെ വീട്ടിൽ കൊണ്ടാക്കാം, ടെൻഷൻ ആകാതെ വാ. തുടർന്ന് നിധിയെയും കൂട്ടി ആ വീട്ടിലേക്ക് വരികയാണ് സുധീഷ്. ലക്ഷ്മിയമ്മ ബാഗൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ, അമ്മ ബാഗ് ഇങ്ങതാന്ന് പറഞ്ഞ് സുധീഷ് ഓടി ചെന്ന് വാങ്ങുകയാണ്. സുരേഷ് സാർ ചോദിക്കുന്നു, നിങ്ങൾ വന്നോ? വാ. ലക്ഷ്മിയമ്മ ചോദിക്കുകയാണ്, ഇതാണോ സുധീഷ് നിന്റെ ഭാര്യ? സുന്ദരിയായിട്ടുണ്ട്, ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി നിന്നെ എങ്ങനെ കല്യാണം കഴിച്ചു? അമ്മ എന്നെ കളിയാക്കല്ലെന്ന് സുധീഷ് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് ലക്ഷ്മിയമ്മ പറയുകയാണ്, വീടടാ, നിന്നെ കാണാനും നല്ല ഭംഗിയാ, മോളെ സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു അമ്മ എന്ന് നിധി പറയുമ്പോൾ ലക്ഷ്മിയമ്മ പറയുകയാണ്, ഇതെന്റെ ഹസ്ബൻഡ് മിസ്റ്റർ സുരേഷ്. സുരേഷ് സാറ് നമസ്കാരം പറയുമ്പോൾ ലക്ഷ്മിയമ്മ പറയുന്നു, അകത്തേക്ക് കയറുക, കോഫി കുടിച്ചിട്ട് പോകാം. അത് വേണ്ട അമ്മ എന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, സാധാരണ അമ്മ യാത്രയ്ക്കായി ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അകത്തേക്ക് പോകാറില്ലല്ലോ, ഇപ്പൊ ദേ കോഫി കുടിക്കാനായി നിധി അകത്തേക്ക് ക്ഷണിച്ചിരിക്കുന്നു. അപ്പൊ ലക്ഷ്മിയമ്മ പറയുകയാണ്, ആദ്യമായിട്ട് നീ നിന്റെ ഭാര്യയും കൂട്ടി വന്നതല്ലേ, പുറത്ത് നിർത്തി സംസാരിച്ചിട്ട് പറഞ്ഞു വിടാൻ പറ്റുമോ? ഇത് കേട്ട് നിധി പറയുകയാണ്, അത് സാരമില്ലമ്മ, ഇപ്പൊ ഭക്ഷണം കഴിച്ചിട്ടാ ഇറങ്ങിയത്, പോകുന്ന വഴിയിൽ നമുക്ക് കോഫി കുടിക്കാം. ശരിയെന്ന് ലക്ഷ്മിയമ്മ പറയുമ്പോൾ സുധീഷ് പറയുന്നു, അമ്മേ, ഞാൻ ബാഗ് എല്ലാം എടുത്ത് കാറിലേക്ക് വെക്കാം, വീട് പൂട്ടിക്കോ. അങ്ങനെ സുധീഷ് ബാഗുമായി കാറിന്റെ അരികിലേക്ക് പോകുമ്പോൾ നിധി ചോദിക്കുന്നു, അമ്മേ, ഞാനും കൂടെ വരുന്നതില് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ഇത് കേട്ട് അമ്മ പറയണ, ഞങ്ങൾക്ക് എന്ത് പ്രശ്നമാ മോളെ, നീയും കൂടെ വരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പൊ സുരേഷ് സാർ പറയണ, എപ്പോഴും ഞങ്ങള് സുധീഷിനോട് സംസാരിച്ചോണ്ടാ യാത്ര ചെയ്യുക, ഇത്തവണ മോളും ഉണ്ട്, നമുക്ക് ഒരുമിച്ച് സന്തോഷമായിട്ട് അങ്ങ് പോകാം. തുടർന്ന് സുധീഷ് അവരെയും കൂട്ടി കാറിന്റെ അരികിലേക്ക് വരികയാണ്. സുധീഷ് പറയുന്നു, നിധി ഫ്രണ്ടിലിരിക്കെ, അമ്മ അച്ഛനും പിന്നിലിരിക്കട്ടെ. തുടർന്ന് സുരേഷ് സാർ പറയുന്നു, സുധീഷ്, നിന്നെ കിട്ടാനിപ്പം വലിയ പാടാണല്ലോ, രാവിലെ ട്രാവൽസിലേക്ക് വിളിച്ച് ഓണറോട് നീ തന്നെ ഓട്ടത്തിന് വരണമെന്ന് പറഞ്ഞപ്പോൾ സുധീഷ് ആലോചിച്ചിട്ട് പറയുമെന്ന് പറഞ്ഞു. അപ്പൊ സുധീഷ് പറയണ, ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നു, പക്ഷെ നിങ്ങള് ഞാൻ തന്നെ വരണമെന്ന് പറഞ്ഞില്ലേ, പിന്നെ ഞാൻ എങ്ങനെ വരാതിരിക്കും? ലക്ഷ്മിയമ്മ പറയുന്നു, മോളെ നിധി, ഞങ്ങൾക്ക് എപ്പോഴും സുധീഷ് വണ്ടി ഓടിക്കുന്നതാ ഇഷ്ടം, ഇവൻ ഞങ്ങളെ സുരക്ഷിതമായി കൂട്ടിക്കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരും, വേറെ ആരുടെ കൂടെ പോയാലും എന്തെങ്കിലും ഒരു കുറവുണ്ടാകും, എവിടെ പോയാലും സുധീഷിന്റെ കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുന്നതാ ഞങ്ങളുടെ സന്തോഷം. ഇത് കേട്ട് നിധി പുഞ്ചിരിച്ച് സുധീഷിനെ നോക്കുമ്പോൾ സുധീഷും സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. തുടർന്ന് അവരെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി സംസാരിച്ച് യാത്ര തുടരുകയാണ്. തുടർന്ന് ലക്ഷ്മിയമ്മ ചോദിക്കുന്നു, നിങ്ങളുടേത് ലവ് മാരേജ് ആയിരുന്നു എന്ന് സുധീഷ് പറഞ്ഞായിരുന്നു, എങ്ങനെ നിങ്ങളുടെ കല്യാണം നടന്നത്? അപ്പൊ സുരേഷ് സാർ പറയുകയാണ്, ഇവരുടെ കല്യാണത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞായിരുന്നല്ലോ. സുധീഷ് പറയുന്നു, അതെ അതെ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി, നിധിയുടെ വീട്ടിൽ പ്രശ്നം, എന്റെ വീട്ടിൽ പ്രശ്നം, എല്ലാ പ്രശ്നം കൂടി ഒരുമിച്ചായിരുന്നു. നിധിയുടെ വീട്ടിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെട്ടു ഓടുമ്പോൾ നിധിയുടെ അച്ഛൻ ഞങ്ങളുടെ പിന്നാലെ വന്നു, അവരെ ഭയന്ന് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി, അവിടെ വെച്ച് പെട്ടെന്നായിരുന്നു ഞങ്ങളുടെ കല്യാണം. ലക്ഷ്മിയമ്മ ചോദിക്കുന്നു, എടാ സുധീഷേ, നിധിയുടെ അച്ഛൻ നിന്നെ ഇത്രയൊക്കെ വരട്ടിയിട്ടും നിനക്ക് പേടി തോന്നിയില്ലേ? അപ്പൊ സുധീഷ് പറയണ, ഇങ്ങനെ പേടി തോന്നാണമ്മേ, എന്ത് നടന്നാലും ഞാൻ സുധീഷിനെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് നിധി ഒറ്റക്കാലിൽ നിൽക്കുകയല്ലായിരുന്നു. ഇത് കേട്ട് ഞെട്ടി നിധി സുധീഷിനെ നോക്കുമ്പോൾ പുഞ്ചിരിച്ച മുഖത്തോട് മുഖം നോക്കുകയാണ് ലക്ഷ്മിയമ്മയും സുരേഷ് സാറും. നിധി അവരെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ഒരു പെണ്ണ് എന്നെ വിശ്വസിച്ച് ഇത്ര ധൈര്യത്തോടു കൂടി വരുമ്പോൾ
വരുമ്പോൾ ഞാൻ പേടിക്കാൻ പറ്റുമോ? അങ്ങനെ സുധീഷ് പുഞ്ചിരിച്ച് നിധിയെ നോക്കുമ്പോൾ നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുകയാണ്. സുധീഷ് പതിയെ പറയുന്നു, ഒന്ന് അഡ്ജസ്റ്റ് ചെയ് പ്ലീസ്. ഇത് കേട്ട് നിധി പുഞ്ചിരിക്കുമ്പോൾ സുരേഷ് സാർ ചോദിക്കണ, മോളെ മോക്ക് എങ്ങനെ ഇവനെ ഇഷ്ടപ്പെട്ടത്? അപ്പൊ ലക്ഷ്മിയമ്മ പറയുകയാണ്, എന്തൊരു ചോദ്യം ഇത്, സുധീഷ് നല്ല പയ്യനല്ലേ, അവനെ ആർക്കാ ഇഷ്ടപ്പെടാത്തത്? ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, അങ്ങനെ പറഞ്ഞു കൊടുക്കമ്മേ. തുടർന്ന് അവരൊരു ഹോട്ടലിലേക്ക് വരികയാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ സുധീഷ് പറയുന്നു, നിങ്ങൾ എല്ലാവരും അകത്തേക്ക് പോയിക്കോ, ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. നിധി ഇവരുടെ കൂടെ പോ. നിധി അവരെയും കൂട്ടി ഹോട്ടലിനകത്തേക്ക് പോവുകയാണ്. സുധീഷ് ബാഗും എടുത്ത് പിന്നാലെ വരുന്നു. സുധീഷിന്റെ അരികിലേക്ക് വന്ന സുരേഷ് സാർ പറയുന്നു, ദാ സുധീഷ് റൂമിന്റെ കീ. എനിക്ക് എന്തിനാ കീ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുരേഷ് സാർ പറയുകയാണ്, നിങ്ങൾ എവിടെ താമസിക്കുക, നിങ്ങൾക്ക് താമസിക്കാൻ റൂം വേണ്ടേ? അപ്പൊ സുധീഷ് പറയുകയാണ്, അയ്യോ ഞങ്ങൾക്ക് റൂം ഒന്നും വേണ്ട, ഞങ്ങൾ അടുത്ത് എവിടെയെങ്കിലും റൂം എടുത്തോളാം. ഇത് കേട്ട് സുരേഷ് സാർ ചോദിക്കുന്നു, എന്തിനാ വേറെ ഹോട്ടല്, ഇവിടെ തന്നെ താമസിക്കുക. ഇത് കേട്ട് നിധി ഒന്ന് നോക്കിയിട്ട് സുധീഷ് പറയുകയാണ്, നിങ്ങൾ എന്തിനാ ബുദ്ധിമുട്ടുന്നത്, ഞാൻ വേറെ ഹോട്ടലിൽ റൂം എടുത്തോളാം, ഞാൻ എപ്പോഴും വേറെ ഹോട്ടലല്ലേ താമസിക്കുക. ഇത് കേട്ട് ലക്ഷ്മിയമ്മ പറയുകയാണ്, അപ്പൊ നീ മാത്രമല്ലേ വരുന്നത്, ഇപ്പൊ വൈഫിനെയും കൂട്ടിയല്ലേ വന്നേ, അറിയാത്ത ഈ നാട്ടിൽ എവിടെ പോയി അന്വേഷിച്ച റൂം കണ്ടുപിടിക്കും, അതുകൊണ്ടാ ഞങ്ങള് തന്നെ നിങ്ങൾക്കും കൂടിയുള്ള റൂം എടുത്തത്. ലക്ഷ്മിയമ്മ പറയുന്നു, കീ വാങ്ങിക്കൂ സുധീഷ്. ഇത് കേട്ട് സുധീഷ് കീ വാങ്ങുമ്പോൾ ലക്ഷ്മിയമ്മ പറയണം, മോളെ നിധി നിങ്ങളുടെ റൂമിന്റെ അടുത്ത് തന്നെയാ ഞങ്ങളുടെ റൂമും, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. അങ്ങനെ ലക്ഷ്മിയമ്മ ബാഗ് എടുക്കാനായി തുടങ്ങുമ്പോൾ സുധീഷ് പറയുന്നു, വേണ്ടമ്മേ ഞാൻ ബാഗ് എടുത്തോണ്ട് വരാം. ഇത് കേട്ട് ലക്ഷ്മിയമ്മയും സുരേഷ് സാറും ലിഫ്റ്റിലേക്ക് കയറുമ്പോൾ സുധീഷ് ബാഗ് എടുത്ത് ലിഫ്റ്റിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ശേഷം സുധീഷ് പറയുന്നു, നിങ്ങൾ റൂമിലേക്ക് വെക്കോ, ഞങ്ങള് ബാഗ് എടുത്തോണ്ട് വരാം. സുരേഷ് സാർ പറയുന്നു, ശരി സുധീഷ് പെട്ടെന്ന് വരണേ. നിധിയുടെ അരികിലേക്ക് വന്ന സുധീഷ് പറയുന്നു, ഞാൻ വേറെ ഹോട്ടലിൽ റൂം എടുക്കാമെന്ന് പറഞ്ഞതാ, പക്ഷെ അവര് നമുക്കും ഈ ഹോട്ടലിൽ തന്നെ റൂം എടുത്തു. അതിനെന്താണെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, നിധി സാധാരണ ഡ്രൈവറിന് കസ്റ്റമർ താമസിക്കുന്ന അതേ ഹോട്ടലിൽ തന്നെ റൂം എടുക്കാറില്ല, വേറെ ഏതെങ്കിലും ചെറിയ ഹോട്ടലിലായിരിക്കും റൂം എടുത്തു തരിക. ഇന്ന് നിധി എന്റെ കൂടെ വന്നതുകൊണ്ട് നമുക്കും ഇവിടെ തന്നെ റൂം എടുത്തു തന്നു. ഓ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നു, അങ്ങനെയൊക്കെ ഉണ്ട് നിധി, ഞാൻ പോയി ബാഗ് എടുത്തോണ്ട് വരാം. അങ്ങനെ സുധീഷ് ബാഗൊക്കെ എടുത്ത് നിധിയുടെ ഒപ്പം റൂമിലേക്ക് പോവുകയാണ്. റൂമിന്റെ വാതിലിന്റെ അരികിലേക്ക് വന്ന നിധി ചോദിക്കുന്നു, സുധീഷിന് എന്ത് പറ്റി? അപ്പൊ സുധീഷ് പറയണ, നിധി നമ്മള് വേറെ ഹോട്ടലിലായിരുന്നു റൂം എടുത്തിരുന്നതെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും വേറെ വേറെ റൂം എടുക്കാമായിരുന്നു. ഇവിടെ അവര് നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു റൂമാണ് തന്നത്, അതിനെ കുറിച്ചാണ് ഞാൻ ആലോചിച്ചത്. നിധി തന്നെ ഈ റൂം എടുത്തോ, ഞാൻ വേറെ റൂം കിട്ടുമോന്നൊന്ന് നോക്കട്ടെ. അവർ അടുത്ത റൂമിൽ തന്നെ ഉണ്ടല്ലോ, ഇപ്പൊ ഞാൻ മറ്റൊരു റൂം എടുത്താൽ ഭാര്യയും ഭർത്താവും എന്തിനാ വേറെ വേറെ റൂമിൽ കിടക്കുന്നതെന്ന് ചോദിക്കും. ഒരു കാര്യം ചെയ്യാം, നിധി ഈ റൂമിൽ കിടന്നോ, ഞാൻ പോയി കാറിൽ കിടക്കാം. ഇത് കേട്ട് നിധി ചോദിക്കണ, എന്താ സുധീഷ് ഇത്, എന്തിനാ ഇത്രയും കൺഫ്യൂഷൻ ആകുന്നേ, രണ്ടുപേരും കൂടി ഒരു റൂമിൽ കിടന്നാൽ എന്താ? ഒന്നുമില്ലെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, അതിൽ എന്താണുള്ളത് സുധീഷേ? അപ്പൊ സുധീഷ് പറയണ, അങ്ങനെയല്ല നിധി, നിധി എന്തിനാ ബുദ്ധിമുട്ടുന്നത്, ഞാൻ കാറിൽ തന്നെ കിടന്നോളാം. ഇത് കേട്ട് നിധി പറയണ, സുധീഷേ ഓവർ ആണ്ട, ഇങ്ങോട്ട് വാ. അങ്ങനെ റൂം തുറന്ന് നിധി പറയുന്നു, അകത്തേക്ക് വാ സുധീഷ്. ഇത് കേട്ട് സുധീഷ് നിധിയുടെ ഒപ്പം അകത്തേക്ക് കയറി വരികയാണ്. സുധീഷ് പറയുന്നു, നിധി ഞാൻ കാറിൽ കിടന്നോളാം. അപ്പൊ നിധി പറയണ, സുധീഷ് ഞാൻ സുധീഷിനെ ഒന്നും ചെയ്യില്ല. അപ്പൊ സുധീഷ് പറയണ, അതുകൊണ്ടല്ല നിധി, ഇപ്പൊ നിധി ഓക്കെ എന്നൊക്കെ പറയും, കിടന്നു കഴിയുമ്പോൾ ഇവൻ എന്നെ നോക്കുന്നുണ്ടോ, ഇവൻ എന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ഓർത്ത് ഉറങ്ങാതെ കിടക്കും. അതൊക്കെ എന്തിനാ, ഞാൻ കാറിൽ തന്നെ പോയി കിടന്നോളാം. ശരി ഓക്കെ എന്ന് പറഞ്ഞ് നിധി ബാഗൊക്കെ എടുത്തു വെക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, ഓക്കെ ആണോ? അപ്പൊ നിധി പറയണ, പിന്നെന്ത് വേണം, ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രശ്നമില്ലാന്ന്, കിടന്നുറങ്ങാൻ നോക്ക്. സുധീഷ് മാത്രമായിരുന്നു വന്നിരുന്നുവെങ്കിൽ സുധീഷ് തന്നെ എന്തെങ്കിലും ഏർപ്പാടുകൾ ചെയ്തേനെ, പുറത്തെവിടെയെങ്കിലും ചെറിയ ഹോട്ടലിൽ കിടന്നേനെ. ഇപ്പൊ ഞാനും കൂടി വന്നതുകൊണ്ടല്ലേ സുധീഷ് കാറിൽ പോയി കിടക്കാന്ന് പറയുന്നത്, അത് ശരിയാണോ? വെറുതെ ഓരോന്നും പറഞ്ഞുകൊണ്ട് നിൽക്കാതെ കിടക്കാൻ നോക്ക്. സുധീഷ് മനസ്സിൽ പറയുകയാണ്, എവിടെ കിടക്കാനാ പറയുന്നത്, ഒരു ബെഡല്ലേ ഉള്ളൂ. അങ്ങനെ സുധീഷ് പറയുകയാണ്, നിധി ഒരു ബെഡല്ലേ ഉള്ളൂ. അപ്പൊ നിധി പറയുകണ, അത് ശരിയാണല്ലോ, ശരി ഞാൻ ഫോൺ വിളിച്ച് എക്സ്ട്രാ ബെഡ് വേണോന്ന് പറയാം. ഇത് കേട്ട് സുധീഷ് മനസ്സിൽ പറയുകണ, അതാ ഞാൻ ചിന്തിച്ചത്. എടാ സുധീഷ്, നിന്റെ ജീവിതം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയുള്ളൂ, ഒരു മാറ്റവും സംഭവിക്കില്ലേ? നിധി ഫോണിൽ വിളിച്ച് എക്സ്ട്രാ ബെഡ് വേണമെന്ന് പറഞ്ഞിട്ട് വാഷ്റൂമിലേക്ക് പോവുകയാണ്. തുടർന്ന് സുധീഷ് എക്സ്ട്രാ ബെഡൊക്കെ ഇട്ട് അവിടേക്ക് ഇരുന്ന് ചുറ്റും നോക്കുകയാണ്. നിധി പറയുകണ, നല്ല റൂമല്ലേ? അപ്പൊ സുധീഷ് പറയുന്നു, അതെ അതെ, ഡ്രൈവർക്ക് ഇത്രയും നല്ല റൂമൊന്നും തരാറില്ല. അപ്പൊ നിധി പറയുകണ, അവർക്ക് വണ്ടി ഓടിക്കാനല്ലേ സുധീഷ് വന്നത്, അപ്പൊ അവര് താമസിക്കുന്ന ഹോട്ടലിൽ സുധീഷിനും കൂടി റൂം ബുക്ക് ചെയ്ത് തന്നാൽ എന്താ കുഴപ്പം? അപ്പൊ സുധീഷ് പറയുകയാണ്, അവര് ഏതെങ്കിലും നല്ല ഹോട്ടലിൽ താമസിക്കും, ഡ്രൈവർക്ക് ചെറിയ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ റൂം എടുത്ത് തരും. ഇത് കേട്ട് സുധീഷ് പറയുകണ, അത് തെറ്റല്ലേ, ഡ്രൈവർക്കും അതേ ഹോട്ടലിൽ തന്നെ റൂം എടുത്താൽ എന്താ പ്രശ്നം? അപ്പൊ സുധീഷ് പറയുകണ, കസ്റ്റമർ സ്റ്റാർ ഹോട്ടലല്ലേ താമസിക്കുക, ഡ്രൈവർക്ക് എങ്ങനെ സ്റ്റാർ ഹോട്ടലിൽ റൂം എടുത്തു തരും? നിധിയുടെ അച്ഛൻ ഒരു ഹോട്ടൽ റൂമിൽ താമസിക്കുമ്പോൾ അതേ ഹോട്ടലിൽ മറ്റൊരു റൂം എടുത്തു കൊടുക്കുവോ ഡ്രൈവർക്ക്? കൊടുക്കുമായിരിക്കുമെന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയണ, എവിടെ ഡ്രൈവർ അല്ലേ, കാറ് കിടന്നുറങ്ങിക്കോളാൻ പറയും, ഇല്ലെങ്കിൽ റോഡിൽ പോയി കിടന്നുറങ്ങാൻ പറയും. ഇത് കേട്ട് നിധി പറയണ, എന്റെ അച്ഛൻ അത്ര മോശക്കാരനൊന്നും അല്ല. ഇത് കേട്ട് സുധീഷ് പറയണ, ശരി നിധിയുടെ അച്ഛനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, ഈ കസ്റ്റമർ
നമ്മൾ സാധാരണ കസ്റ്റമേഴ്സിനെ പോലെയല്ല. എന്നെ അവരുടെ വീട്ടിലെ ഒരു പയ്യനായിട്ടാ കാണുന്നത്. നിധിയും കൂടെ വന്നതുകൊണ്ട് നമുക്ക് വേണ്ടി ചിന്തിച്ച് അവര് താമസിക്കുന്ന അതേ ഹോട്ടലിൽ റൂം എടുത്തു തന്നു. ചിലരൊക്കെ റൂം എടുത്തു തരുന്നത് വളരെ മോശമായിരിക്കും. വലിച്ചു വാരി കിടക്കുന്ന റൂമും ബെഡ്ഷീറ്റ് കഴുകിയതുപോലും ആയിരിക്കില്ല. ബാത്റൂമിൽ കേറാൻ പോലും തോന്നില്ല. അത്രയ്ക്ക് വൃത്തികെട്ട് കിടക്കുകയായിരിക്കും. ചിലര് പറയും, എന്തിനാ ഡ്രൈവറിന് ഒരു റൂം എടുക്കുന്നത്, കാറ് കിടന്നാ പോരെന്ന്. അതിൽ AC ഇടരുത്, ഫ്യൂവൽ തീർന്നു പോകുമെന്നും പറയും. രാത്രി മുഴുവൻ കൊതുകടിയും ഉറക്കമില്ലായ്മയും. അത് വെച്ച് നോക്കുമ്പോൾ ഇത് എന്ത് നല്ല റൂമാ. ഇത് കേട്ട് സുധീഷിനെ വിഷമത്തോടു കൂടി ഒന്ന് നോക്കിയിട്ട് നിധി ചോദിക്കുന്നു, ഇങ്ങനെയൊക്കെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നതിൽ സുധീഷിനൊരു വിഷമം തോന്നിയിട്ടില്ലേ? എനിക്കൊരു പ്രശ്നമില്ലെന്ന് സുധീഷ് പറയുമ്പോൾ നിധി ചോദിക്കാണ്, സുധീഷിന് ജീവിതത്തിൽ ലക്ഷ്യങ്ങളൊന്നുമില്ലേ? എന്ത് ലക്ഷ്യം? അങ്ങനെ അങ്ങ് പോയാ പോരെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, ഫ്യൂച്ചറിനെ കുറിച്ചൊന്നും സുധീഷ് ആലോചിക്കാറില്ലേ? അപ്പൊ സുധീഷ് പറയുകയാണ്, എന്തോ ആലോചിക്കാൻ, ജോലിയൊക്കെ തീർന്ന് രാത്രിയാ വരുന്നത്. കഴിച്ച് കുറച്ചുനേരം ഫോണൊന്ന് നോക്കിയിട്ട് കിടന്നുറങ്ങും. രാവിലെ എഴുന്നേറ്റാലുടനെ ഓണർ വിളിച്ച് എന്തെങ്കിലുമൊക്കെ ജോലികൾ പറയും. ആ ജോലികൾ ചെയ്യാനായി പോകും. നിധി ചോദിക്കുന്നു, അത് ശരിയല്ലല്ലോ സുധീഷ്. ഒരു ലക്ഷ്യമില്ലാതെ ഒരാൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? ഇപ്പൊ എന്റെ കാര്യം നോക്ക്. എനിക്ക് തിരുവനന്തപുരത്തേക്ക് വന്ന് നല്ലൊരു ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് വലിയ വലിയ ബിൽഡിങ്ങുകൾ ഞാൻ ഡിസൈൻ ചെയ്ത് പണിയിപ്പിക്കണമെന്ന് ആഗ്രഹം. ഇതൊക്കെയാ എന്റെ ലക്ഷ്യം. അങ്ങനെ ഒരു കാര്യവും സുധീഷിനില്ലേന്നാ ഞാൻ ചോദിച്ചത്. ഒന്ന് ആലോചിച്ച് സുധീഷ് പറയണ, അങ്ങനെയൊന്നുമല്ല നിധി. നിധി ആർക്കിടെക്ട് പഠിച്ചതുകൊണ്ടാണ് ഒരുപാട് ബിൽഡിങ്ങുകൾ പണിയണമെന്ന് ആഗ്രഹിക്കുന്നത്. ഞാൻ കാർ ഓടിക്കുന്നു, അതുകൊണ്ട് ഒരു വലിയ വണ്ടി വാങ്ങിച്ച് ഓടിക്കണമെന്ന് ആഗ്രഹിക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നും ഞാൻ ആലോചിച്ചിട്ട് പോലും ഇല്ല നിധി. ഇത് കേട്ട് നിധി ചോദിക്കുന്നു, അതെങ്ങനെ സുധീഷ്? ഒരുപാട് വർഷങ്ങളായി ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയല്ലേ, അടുത്തത് എന്താണെന്ന് ചിന്തിച്ചിട്ട് പോലും ഇല്ലേ? അപ്പൊ സുധീഷ് പറയുകയാണ്, ഇല്ല നിധി, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടേ ഇല്ല. ഇത് കേട്ട് നിധി ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, നിധി, ഞാൻ ഇതുവരെയും ഫ്യൂച്ചറിനെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടേ ഇല്ല. എനിക്ക് കുറച്ച് സമയം താ, ഞാൻ ആലോചിച്ചിട്ട് രാവിലെ പറയാം. സത്യം, ഞാൻ നന്നായി ആലോചിച്ച് രാവിലെ തന്നെ പറയും. ദേഷ്യത്തോടു കൂടി സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങാനായി കിടക്കുകയാണ് നിധി. ഉറങ്ങാനായി കിടക്കുന്ന സുധീഷ് മനസ്സിൽ പറയുകയാണ്, എന്താ അവൾ ഇങ്ങനെ ചോദിച്ചേ? നിധി നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോഴും സുധീഷ് ആലോചിച്ച് കിടക്കുകയാണ്. തുടർന്ന് രാവിലെ റൂമിലേക്ക് വന്ന സുധീഷ് ചോദിക്കുന്നു, നിധി റെഡിയായോ? ഞാൻ റെഡിയാണെന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ? അവര് കഴിച്ചുവെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നു, അവര് കഴിച്ചു. അടുത്തൊരു ക്ഷേത്രമുണ്ട്, അവിടെ ഞാൻ അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് വന്നതാ. രാവിലെ പോയാൽ തിരക്ക് കുറവായിരിക്കും എന്ന് പറഞ്ഞു. അവര് റെഡി ആയതുകൊണ്ട് ഞാൻ കൊണ്ടുപോയി അവിടെ വിട്ടു. നിധി ചോദിക്കുന്നു, നമുക്ക് പതിയെ പോയി കഴിച്ചാ പോരെ? അപ്പൊ സുധീഷ് പറയുന്നു, 10-10:30 വരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, പതിയെ പോയാ മതി. അപ്പൊ നിധി പറയുന്നു, ഞാനിപ്പോ കോഫി കുടിച്ചതേ ഉള്ളൂ, അതാ കുറച്ചേരം കഴിയട്ടെന്ന് പറഞ്ഞത്. സുധീഷിന് കോഫി എടുക്കട്ടെ? ഉണ്ടെങ്കിൽ എടുക്കുന്ന സുധീഷ് പറയുമ്പോൾ നിധി കോഫി എടുത്ത് കൊടുക്കുകയാണ്. കോഫി കുടിക്കുന്ന സുധീഷ് പറയുകയാണ്, നിധി, ഞാൻ രാത്രി മുഴുവൻ ആലോചിച്ചു. എന്താ ആലോചിച്ചു എന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, നിധി ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞില്ലേ, അതിനെ കുറിച്ച് ആലോചിച്ചേ. ഞാൻ എന്താ പറഞ്ഞെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് ചോദിക്കണേ, ഇത്ര പെട്ടെന്ന് പറഞ്ഞോ? എന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചില്ലേ? ഞാൻ രാത്രി മുഴുവൻ ആലോചിച്ച് എന്റെ ലക്ഷ്യം എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി നിധി പറയുന്നു, ശരി പറ, സുധീഷിന്റെ ലക്ഷ്യം എന്താ? അപ്പൊ സുധീഷ് പറയുകയാണ്, എനിക്ക് ചെറുപ്രായത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ഫീവർ വന്നു. അന്ന് സുഭാഷ് ഏട്ടൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. സുഭാഷ് ഏട്ടൻ എന്നെ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി. എന്നെ നോക്കിയ ഡോക്ടർ നല്ല ഡോക്ടറാ, നന്നായി സംസാരിക്കും. എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ ഇഞ്ചക്ഷൻ ചെയ്ത ഉടനെ എന്നെ കെട്ടിപ്പിടിച്ചു. എനിക്കെന്ന് അതുപോലെ ഒരു ഡോക്ടർ ആകണമെന്ന് ആഗ്രഹം തോന്നി. എന്തുകൊണ്ടായില്ല എന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, ആയില്ല. പിന്നീട് എനിക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കോടതിയിൽ പോകാറില്ലേ, അവിടെ കറുത്ത കോട്ട് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറില്ലേ വക്കീല്, ഇതുപോലെ ഒരു വക്കീലായാൽ കൊള്ളാമെന്ന് എനിക്കും തോന്നി. പിന്നീട് കളക്ടറെ കണ്ടപ്പോൾ എനിക്ക് കളക്ടർ ആകണമെന്ന് തോന്നി. എന്റെ സ്കൂളിൽ ഒരു പ്രോഗ്രാമിന് വന്നതാണ് കളക്ടർ. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന അവരെങ്ങനെയാ കളക്ടർ ആയെന്നുള്ള കഥ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഒരു കളക്ടർ ആകണമെന്നാ തോന്നിയത്. രാത്രി മുഴുവൻ ഞാൻ ആലോചിച്ചു എന്തായിരുന്നു എന്റെ ലക്ഷ്യമെന്ന്. ഡോക്ടർ ആകണം, വക്കീലാകണം, കളക്ടർ ആകണം, ഇങ്ങനെ എന്തെല്ലാം ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. നിധി എന്തെങ്കിലും പറ, എന്താ ഞാൻ പറയേണ്ടതെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, നിധി, ഞാൻ എന്റെ ലക്ഷ്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ നിധി പറയുകയാണ്, സുധീഷ്, ഇതൊന്നും ലക്ഷ്യമാണെന്ന് പറയാൻ പറ്റില്ല. ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കണം. ഡോക്ടർ ആകണമെന്ന് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സുധീഷ് ആഗ്രഹിച്ചു. അതിനുവേണ്ടി എന്ത് ചെയ്തു? 11th സുധീഷ് ഏത് ഗ്രൂപ്പ് എടുത്തേ? കൊമേഴ്സ് എന്ന് സുധീഷ് പറയുമ്പോൾ നിധി ചോദിക്കണം, കൊമേഴ്സ് ഗ്രൂപ്പ് എടുത്തിട്ട് സുധീഷ് എങ്ങനാ ഡോക്ടർ ആകുക? സയൻസ് ഗ്രൂപ്പ് എടുത്ത് നീറ്റ് എക്സാം എഴുതി ഡോക്ടർ ആകാമായിരുന്നു. അപ്പൊ സുധീഷ് പറയണ, ഇനി ഞാൻ എങ്ങനെ ഡോക്ടർ ആകുക? BA എക്കണോമിക്സ് ആയിരുന്നു, അതാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുമില്ല. നിധി, വക്കീലാകാൻ എളുപ്പമാണോ? അപ്പൊ നിധി പറയണ, അതിനും കോളേജിൽ പോയി പഠിക്കണം സുധീഷ്. ഇത് കേട്ട് സുധീഷ് പറയണ, അയ്യോ അത്രയൊക്കെ കഷ്ടപ്പെടണോ? അപ്പോ കളക്ടറോ? അപ്പൊ നിധി ചോദിക്കണ, ഡിഗ്രി പോലും കംപ്ലീറ്റ് ചെയ്യാത്ത സുധീഷ് എങ്ങനെ കളക്ടർ ആകുക? അപ്പൊ സുധീഷ് പറയണ, ഇതൊക്കെ എനിക്ക് ആകണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് പറ്റില്ല. അപ്പൊ നിധി പറയണ, പറ്റില്ലെന്ന് ആരാ പറഞ്ഞത്? ഇപ്പൊ സുധീഷ് വിചാരിച്ചാൽ പോലും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാം, മുന്നോട്ട് പഠിച്ച് എക്സാം എഴുതി പാസ്സായി
പാസ്സായി കളക്ടർ ആകാൻ പറ്റും. അങ്ങനെ സുധീഷ് ഒരു കളക്ടർ ആയാൽ എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ? അതിനുവേണ്ടി സുധീഷ് പ്രയത്നിക്കണം. ചെയ്യോ? ഇത് കിട്ടിയ സുധീഷ് പറയണ, അയ്യോ ഇനിയും പോയി ഡിഗ്രി പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കഷ്ടാ. ഇത് കിട്ടിയ നിധി പറയണ, അത് തന്നെയാ ഞാനും പറയുന്നേ. നടക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ലക്ഷ്യമായി പറയണം. ഇപ്പൊ സുധീഷ് ഒരു ഡ്രൈവറാണ്. നാളെ സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങി അത് ഓടിക്കണമെന്ന് ആഗ്രഹിക്കാം. അതിനുശേഷം 4-5 കാറ് വാങ്ങി ട്രാവൽസ് ഒക്കെ തുടങ്ങണമെന്ന് ലക്ഷ്യം വെക്കാം. ഇതേപോലെ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ വേണം ലക്ഷ്യമായിട്ട് കാണാൻ. ഞാൻ ചോദിച്ചതിന്റെ പേരിൽ എന്തൊക്കെയോ പറയരുത്. ഒരു ലക്ഷ്യം മനസ്സിൽ കണ്ടാൽ അതിനുവേണ്ടി പ്രയത്നിച്ച് അത് നേടിയെടുക്കണം. 1 വർഷം കൊണ്ട് അത് ചെയ്യണം. 2 വർഷം കഴിയുമ്പോൾ ഇതാകണമെന്നൊക്കെ ലക്ഷ്യമിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. അതിന്റെ പേരാ ലക്ഷ്യം. ചുമ്മാതെ പനി വന്നപ്പോൾ ഡോക്ടർ ആകണമെന്ന് ആഗ്രഹിച്ചു, ഡിവോഴ്സ് ചെയ്യാൻ പോയപ്പോൾ വക്കീലാകണമെന്ന് ആഗ്രഹിച്ചു, കളക്ടറെ കണ്ടപ്പോൾ കളക്ടർ ആകണമെന്ന് ആഗ്രഹിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എന്താ സുധീഷ് ഇത്? ഇതേ നോക്ക്, ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാം. പക്ഷെ അതിനുവേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറാകണം. 5 വർഷം കഴിയുമ്പോൾ സുധീഷ് ആരാകണമെന്ന് സുധീഷ് തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. എന്നിട്ട് അതൊരു ഗോളായിട്ട് സെറ്റ് ചെയ്. അതിന് എന്തൊക്കെ ചെയ്യണമെന്ന് ആലോചിക്ക്. ഇന്ന് വലിയ സ്ഥാനത്തിരിക്കുന്ന എല്ലാവരും ഒരു കാലത്ത് സാധാരണക്കാരനായിരുന്നു. അവരുടെ ലക്ഷ്യത്തിനു വേണ്ടി അവർ കഷ്ടപ്പെട്ടു. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് അതിനുവേണ്ടി പ്രയത്നിക്ക്. അതാണ് ലക്ഷ്യം. കോഫി ഓടിക്ക്. ആറും സുധീഷ് ആലോചിച്ചിരിക്കുന്നു. തുടർന്ന് നിധിയെയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് സുധീഷ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്